നമസ്കാരം. നമുക്കിന്ന് തോറാന പെരുന്നാളിനെ പറ്റി നമുക്കൊന്ന് ചരിത്രം എടുത്ത് പരിശോധിച്ച് വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്യണത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തോമസ് ലീഗിനെ പറ്റി നമുക്കറിയാം. തോമസ് ലീഗ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരില് 12 ശിഷ്യന്മാർ എന്ന അപ്പോസ്തലന്മാരിൽ ഒരാളാണ് ശരിക്കും തോമസ് ലീഗ. അപ്പൊ ഇതില് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് തോമസ് ലീഗ. അത് രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ശരിക്കും നമ്മൾ ഈ തോറാന പെരുന്നാൾ ആഘോഷിക്കുന്നത്, അല്ലെ? അപ്പൊ തോമസ് ലീഗ കേരളത്തിൽ വന്നിട്ട് 7.5 പള്ളികളാണ് സ്ഥാപിക്കുന്നത്. 7.5 പള്ളികൾ. അപ്പൊ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ചിട്ടാണ് AD 72 കുന്തം കൊണ്ടുള്ള കുത്തേറ്റാണ് യഥാർത്ഥത്തിൽ തോമസ് ലീഗ മരിക്കുന്നത്. അതിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനമാണ്. അതൊരു സെന്റ് തോമസ് ഡേ ആയിട്ടാണ് ശരിക്കും പറഞ്ഞെങ്കിൽ സെന്റ് തോമസ് ദിനം ആയിട്ട് സർക്കാർ പോലും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പൊതു അവധിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പോണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തോറാന എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ ദുക്രാന എന്നുള്ള പേരാണ്. ഇതിന്റെ ഈ തോറാന പെരുന്നാൾ ദുക്രാന എന്നുള്ള രീതിയിലാണ് ആയിരുന്നു പേര്. ഈ ദുക്രാന എന്ന് പറഞ്ഞ ഉച്ചാരണ ഭേദഗതിയിലൂടെയാണ് ശരിക്കും തോറാനായി മാറിയത്. അത് വയനാട് പോലെയുള്ള ക്രിസ്ത്യൻ മേഖലയിലുള്ള ടീമുകളാണ് ഇങ്ങനെ പറഞ്ഞ് ഉച്ചാരണം ചെയ്താണ് ഈ തോറാനായി മാറിയത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഓർമ്മ, ഇതിനർത്ഥം ഒരു ഓർമ്മ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ ദിനം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓർമ്മപ്പെടുത്തൽ ദിനമാണ് ശരിക്കും ഈ തോമസ് ലീഗ കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ദിനമാണ്. അത് ജൂലൈ 3 ഈ പെരുന്നാള്. എല്ലാ വർഷവും ജൂലൈ 3 ഈ പെരുന്നാള് ആഘോഷിക്കപ്പെടുന്നത്. ജൂലൈ 3 കടമുള്ള ദിവസം അല്ലെങ്കിൽ ഡേ ഓഫ് ഒബ്ലിഗേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കടമുള്ള ദിവസം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ജൂലൈ 3 ഡേ ഓഫ് ഒബ്ലിഗേഷൻ. അത് രക്തസാക്ഷി ദിനമാണ് ശരിക്കും, അല്ലെ? ധീര രക്തസാക്ഷിത്വം വഹിച്ച ഒരു ദിനമാണ് ഈ ഇതിന്റെ ദിവസമായിട്ട് ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായ തോമസ് ലീഗ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ത് തന്നെയാലും ആ ദിനത്തെ പറ്റി എനിക്ക് ഇത്രയാണ് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്ത് തന്നെയാലും ഈ ദിനം രക്തസാക്ഷിത്വത്തിന്റെ ഒരു ദിനമായി നമ്മൾ കാണുകയും ആ ഒരു ഓർമ്മപ്പെടുത്തൽ ദിനമായി കാണുകയും AD 72 72 കുന്തം കൊണ്ട് മറ്റേ കുത്തേറ്റാണ് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ചിട്ടാണ് ശരിക്കും മരണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു ദിനം എന്ത് തന്നെയായാലും ക്രൈസ്തവ സഭകള് വളരെയധികം ദുഃഖത്തോടുകൂടിയും ഓർമ്മപ്പെടുത്തലും ആയിട്ട് ബന്ധപ്പെട്ട് ആചരിക്കുന്നതിന് എല്ലാവിധ കൃതജ്ഞതയും എല്ലാവിധ ഇതായിട്ടും നമ്മൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നേഷൻ അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ മേലിൽ അർപ്പിക്കുകയാണ്. ഞാൻ ശിവദാസൻ ഇന്ത്യയായിട്ട് സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.